മുട്ട വെച്ച് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പെട്ടെന്ന് തന്നെ ഇഫ്താറിന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 4 മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ബൗളിനകത്തോട്ട് 4 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വഴറ്റിയും പിടിക്കലൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഫ്രൈ പാനിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമുക്കിത് ഒഴിച്ചിട്ട് ഇതൊരു ഓംലെറ്റ് ആക്കിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരുപാട് വലുപ്പമുള്ള പാനൊന്നും എടുക്കണ്ട. നോർമൽ നമ്മൾ സാധാരണ എടുക്കുന്ന പാൻ ഉണ്ടല്ലോ, ആ ഒരു പാൻ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും 1 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ വേണം. അതിനകത്തോട്ട് നമുക്ക് ഒരു ചെറിയൊരു കളർ കിട്ടാനായിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മാവിൻ്റെ കോട്ടിങ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 തവി മാവ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് ഒരു കുഴിയുള്ള തവിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ മേലെ ഉണ്ടാവും മാവ്. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറച്ച് കട്ടിയിലൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഒരുപാട് കട്ടിയിൽ വേണ്ട, ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റിന് നമ്മളൊന്ന് കോണായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കുറച്ച് തിന്നായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് ഇതേ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്കിത് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഉണ്ടാക്കിയിട്ടുള്ള ആ ബാറ്ററിനകത്തോട്ട് ഇതൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയില്ലേ, അതേ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കൊരു ബ്രോസ്റ്റഡ് ഓംലെറ്റ് എന്നൊക്കെ പറയാം. കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുക. ഒന്നും കൂടെ മുക്കിയിട്ട് വീണ്ടും നമ്മൾ മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 വട്ടം നമ്മൾ കോട്ടിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഫുള്ളായിട്ട് മൈദ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. എക്സ്ട്രാ ഉണ്ടെങ്കിൽ മൈദ അങ്ങ് പൊയ്ക്കോളും. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്കിതിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളങ്ങനെ ഒരുപാട് വേവാനൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. പുറം ഭാഗം നല്ല ക്രിസ്പി ആവുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു സൈഡ് റെഡി ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ചെറിയ പാൻ ആയതുകൊണ്ട് ഒരെണ്ണം ഇട്ട് ഫ്രൈ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ച് വട്ടമുള്ള പാത്രമൊക്കെ ആണെങ്കിൽ 2-3 എണ്ണമൊക്കെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ച് സമയം വേണ്ടുള്ളൂ ഫ്രൈ ചെയ്യാനായിട്ട്, ഒരുപാട് നേരമൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മയണൈസും ടൊമാറ്റോ സോസൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നോമ്പുവർക്കും ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുപോലത്തെ കിഡ്ലർ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല ഇഫ്താർ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്